നീ അവിടെ ഡാൻസും കളിച്ചോണ്ടിരുന്നോ? നിന്റെ പെണ്ണു പോയി. ആ തങ്കജനാണല്ലോ. ഹലോ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അജാസിന്നേ നാട്ടിയെത്തും. അജാസിനെ തല്ലിയതേ അത്ര ആൾക്കാരെ മുമ്പ് വെച്ചാ. അതിനുള്ള പണി അവന് കൊടുത്തേ പറ്റി. അവൻ വരുന്നതിലെ ഏക സന്തോഷം ഇവനാ. ഇന്ന് വൈകിട്ട് അജാസിക്ക് വരും. നീ ഒന്ന് സൂക്ഷിച്ചു. കാക്കാന്റെ മുന്നിൽ പോയി ചാടാനും നിക്കണ്ട. അജാസ് പോയിട്ട് 3 മാസമല്ലേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ പുഴയോരത്തിരുന്ന് ഒരു ചായയും അല്ല ഇന്ന് നാരങ്ങവെള്ളമാണ്. പിന്നെ ആ റേഡിയോയില് ആ പാൽക്കാരൻ വന്ന് സ്ഥിരം വെക്കുന്ന ആ പാട്ടും കൂടെ കേട്ടാ എന്തായാലും ആ മൂടിൽ അറിയാതെ ഒരു സേർട്ട് വലിച്ചു. നിന്നെ ഇഷ്ടമില്ലായിട്ടാണല്ലോ നിനക്കൊന്ന് 6-7 കല്യാണാലോചന മുടക്കിയത്. ഇതെങ്ങാനും നിന്റെ ചേട്ടനെ അറിഞ്ഞാലോ. അറിയാലോ, വരുന്ന കല്യാണ കാര്യങ്ങളൊക്കെ മുടക്കി എനിക്ക് തന്നെ എന്നോട് വെറുപ്പെന്ന് തുടങ്ങി. പിന്നെ അജുമണിന്ന് അജാസം വന്നിട്ടുണ്ടല്ലോ. നീ പറഞ്ഞ പോലെ ഞാൻ അവനോട് എല്ലാം തുറന്നു പറയുന്നു. സബവാജാസ് വകയിലിന്റെ ചേട്ടനാണെങ്കിലും ചില നേരത്തെ അവന്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാല് നിന്റെ കൂടപ്പുറമെന്നാ പറയുള്ളൂ. പെർഫോമൻസ് അല്ല ചെക്കൻ്റെ. പിന്നെ ആൾക്ക് ദേഷ്യം വന്നാലോ എന്താ പറയാ, ഒരുമാതിരി മെന്റൽ പിടിച്ച ആൾക്കാരില്ലേ അവരെക്കാളൊക്കെ അപ്പുറവും. അതാണ് എന്റെ പേടി. ചേച്ചി മധുരല്ലേ? ചേച്ചി ഒരു മിക്സും ടൈം എടുത്ത് വെച്ചേക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നീ അതിനെ കക്കൂസിനോടെ മരത്തലയാ. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? ഈ കഴിഞ്ഞ പെരുന്നാള് പള്ളിയുടെ മേലെ അവിട്ടുകളിങ്ങനെ പെട്ടപ്പെട്ടാന്ന് പറഞ്ഞ് മുട്ടുമ്പോ അവന്റെ ഒറ്റക്കുള്ള നടത്തം, അവന്റെ സൈക്കിളിൽ തൂക്കിട്ടുള്ള സ്പീക്കർ കാണാനെന്ന് പറഞ്ഞിട്ട് ഒരു കാരിലും ഐസ്ക്രീം കാനായിട്ട് പഞ്ഞിക്കിട്ടത്. ഇത് നോക്ക്, ഞാൻ ഇപ്പൊ വരാം. ഒരു പി മേടിക്കാം. ഒരു അടിയല്ല വരണത്, മെല്ലെ മാറാം. ഒരു 150 രൂപ പാൽക്കാരൻ പയ്യന് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതവൻ വരുമ്പോ കൊടുക്കണേ. പാത്രത്തിന്റെ അടിയിലുണ്ട്. ഇപ്പൊ തന്നെ നിനക്ക് വന്ന കെട്ടിന്റെ കാര്യത്തില് ആ പയ്യൻ ഒട്ടും പിന്മാറില്ലെന്നാ പറയണേ. ഈ കാര്യം എന്തായാലും നിന്റെ വീട്ടിലറിയും. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്റെ ഒക്കെ പറയില് ഞാനാണെന്ന്. തെക്കും മഴയുള്ള വടക്കും മഴയില്ല, മെല്ലെ നടക്കാം. നിക്ക് 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 നിക്ക്, നക്കി നക്കി തിന്നോ. ഗുഡ് ബൈ. നീ അങ്ങോട്ട് വരണേ. അല്ല, നിന്റെ ചേട്ടൻ അജാസിനും അവളെ തീരെ പിടിച്ചിട്ടില്ല. പിന്നെ നിനക്കറിയാലോ ഞാൻ കളരിയൊക്കെ പഠിച്ചാണല്ലോ. ഏത് കളരി പരമ്പര ദൈവങ്ങളെ.
നിന്റെ പുഴ തീരം സിഗരറ്റ് ചായ എല്ലാം ഞാനൊന്ന് ശരിയാക്കി തരാം. തേങ്ങയിലൊരു മഴ. Alhamdulillah. ജമീലും കരയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ നിനക്ക് മനസ്സിലാവുന്ന രീതി ശുദ്ധ മലയാളത്തിൽ പറയാം. നീ ഇവിടെ കിടന്ന് കാറി കൂവിയിട്ട് ഒരു കാര്യമില്ല. നിന്നെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ ആരും വരത്തില്ല. ഇനി നീ അങ്ങനെ രക്ഷപ്പെട്ടു പോവാണെങ്കിൽ അവളെ എന്നേക്കുമായി മറന്നിട്ടാവും പോവാ. ഈ നാട്ടുകാർ തിണ്ടികൾ പുറമേ നോക്കുമ്പോ ഞാൻ അവളുടെ ചേട്ടനാ. എനിക്ക് അവള് പുറപ്പെട്ടു കൂടിയ. നീ ആ
അത് ധൈര്യമായിട്ട് കുടിച്ചോ. ഞാനതിൽ വിഷമൊന്നും ഇട്ടിട്ടില്ല. നിന്നെ ഞാൻ കൊല്ലുവാണെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ചേ കൊല്ലൂ. ആദ്യമായിട്ട് എൻ്റെ ഈ കൈകളിലെടുക്കുന്നത് അവളെയാണ്. അവൾ എന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു. ഞാൻ അവക്കൊരു മുത്തം കൊടുത്തു. ഞങ്ങളുടെ പ്രണയം അതോടെ പൂത്തുലഞ്ഞു. ആദ്യമൊക്കെ അവളുടെ കല്യാണം മുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ അവക്കും. ഞങ്ങളുടെ ഓരോ മുടക്കലുകളും ഞങ്ങൾ ആഘോഷിച്ചു. പിന്നീട് ഇങ്ങനെ ഓരോരോ ആലോചനകൾ മുടങ്ങി വന്നപ്പോൾ എനിക്ക് നല്ല സംശയം. ഇതിൻ്റെ പിന്നെ ഞാൻ മാത്രമല്ല, വേറെ ഏതോ ഒരു കന്നാലി കൂടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ഓരോ നീക്കങ്ങളും ഞാൻ മനസ്സിലാക്കി. അന്നുണ്ടല്ലോ അവക്ക് വേണ്ടി പഠിച്ച പുതിയ സ്റ്റെപ്പും ബെസ്റ്റും. അപ്പൊ പിന്നെ ഞാനതങ്ങ് അന്വേഷിച്ചത്. ചേട്ടനായിപ്പോയി. ഞാൻ അന്വേഷിച്ച ആരും ഒന്നും പറയത്തില്ല. അങ്ങനെ ഞാൻ തപ്പി 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 എന്തുവാ ഒരു ഊളം പേരാ പറഞ്ഞത്. ഇത്ര കഴിഞ്ഞ് കാട്ടിക്കൂട്ടാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ട് എത്തിയോന്ന് എനിക്കറിയണം. മൈന നിനക്ക് ഭ്രാന്താണല്ലോ പന്നി. നിനക്ക് മാത്രം എന്താണ് ഇത്രയായി കുഴപ്പം? ബാക്കി നാലെണ്ണത്തിന് പറഞ്ഞപ്പോ മനസ്സിലായത്. കുഴപ്പമിരിക്കലാണ് നിനക്കാണ്. പെങ്ങളെ കാണണം, പെണ്ണായി കണ്ടതിന്റെ കുഴപ്പം. ഞാൻ 3 മാസം അജ്മാൻ ഉണ്ടായത്. എന്നിട്ട് ഒരു തേങ്ങയിലൊരു അറബി. പിന്നെ അജാസിക്കയുടെ ചെവിയിൽ പാട്ട് കേട്ട മുന്നിൽ ആന വന്ന് നിന്നാ പോലും ഇക്ക കാണില്ല. മണ്ടന. അജാസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചെറിയ കുട്ടികളെ മനസ്സ്. The Bluetooth device is ready to pair. ജുബയുടെ നേരമായി. നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. നക്കി 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 തിന്നോ. Brother!
അയ്യോ ജാസിക്ക. എന്റെ പുതിയ ചുപ്പേനെ നീ മൊത്തം ശരിയാക്കി. നോക്ക്, 5 മണി നീ ഇങ്ങനെ വെച്ചിട്ട് വന്നു. നോക്ക്, എന്റെ കൂടെ കളിക്കാൻ ഞാൻ. നീ കൊറേ നേരം മറക്കണം തുടങ്ങണം. പാട് കേട്ടോ ശരിക്കും ഞാൻ കഴിച്ചതാണ്. എനിക്ക് സമ്മാനം തന്നു. എന്റെ പാല് കളഞ്ഞു. ഇവിടുന്നാണ് എന്റെ പ്ലാൻ തുടങ്ങുന്നത്. ഞങ്ങള് പറഞ്ഞ പോലെ അലീന കീറിയ പർദ്ദ തയ്ക്കാൻ തുടങ്ങി. പക്ഷേ അവളിപ്പോഴും സ്വപ്നത്തിലാണ്. എന്നാലും അജാസിനെ പേടിക്കണം. ഓരോ അടിക്കും കൊള്ളുന്നവന്റെ നെഞ്ചും കൂട് കലങ്ങും. അങ്ങനെ ഞാൻ കാർ സ്റ്റാർട്ടാക്കി. അവള് ബാഗ് ലോക്കാക്കി. അവന്മാര് പ്രശ്നം വലുതാക്കി. ഞാൻ അവിടെ എത്തിയെന്നറിയിക്കാൻ വേണ്ടി അവൾക്കൊരു സിഗ്നൽ കൊടുത്തു. പക്ഷെ വന്നതാ ജാസ്. അപ്പൊ തന്നെ ഞാൻ എസ്കേപ്പ് അടിച്ചു. ഇനി പ്ലാൻ ബി. പതിവ് പോലെ പാല് കൊടുക്കാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോകും. എത്തിയെന്നൊരു സിഗ്നൽ കൊടുക്കുന്നു. അവളുടെ ഉമ്മയുടെ നിന്ന് പൈസ മേടിക്കുന്നു. നീ അവിടെ ഡാൻസും കളിച്ചോണ്ടിരുന്നോ? നിന്റെ പെണ്ണു പോയി. ഒളിച്ചോടിയതാടാ. നമ്മുടെ പാൽക്കാരൻ തങ്കുമില്ലേ, അവന്റെ കാറ് കയറി പോണത് കണ്ടെന്നാ നാട്ടുകാർ പറയണത്. നീ നാട്ടിൽ കിടക്കണ വള്ളിയൊന്നും പിടിക്കാതെ ആ അറിവിയെ പറ്റിച്ച് 5 പൈസ ഉണ്ടാക്കാൻ നോക്ക്. അങ്ങനെ ഞാനും അവളും കൂടി മസനഗുടി വഴി വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോ നിർത്ത് ഇക്കുറെ ഊള പടങ്ങൾ കണ്ടല്ലേ. ജാസിനെ പോലെ മണ്ടനാവല്ലേട്ടാ. മണിയാറായി. ബാങ്ക് വിളിച്ചു. മുട്ടയും പാലും കഴിക്കണം. വീട്ടിൽ ഉമ്മ തരയും. ഞാൻ പോവാ. നീ എന്തായാലും പൊക്കോ. ഞാനെന്തായാലും അവളെ കണ്ടിട്ടേ പറ്റുള്ളൂ. എന്നിട്ട് വേണം നിനക്ക് അവളുമായിട്ട് മുങ്ങാൻ. എനിക്കിനി അവളെ വേണ്ട. പക്ഷെ അവസാനമായിട്ട് എനിക്ക് അവളൊന്ന് കാണണം. ആ, നിന്നെ ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ അവളെ ഒരിക്കലും കാണിച്ചു തരില്ല. പക്ഷെ പ്ലാൻ വിജയിച്ചു. പ്ലാനിങ് എല്ലാം പൊട്ടി. പക്ഷെ ഞങ്ങ ഹാപ്പിയാണ്. അജാസേ, എനിക്ക് അവരൊന്ന് കാണണമെന്നല്ല പറഞ്ഞത്, എനിക്ക് അവളൊന്ന് കാണണം. നീ കണ്ടോ? ഞാൻ പിന്നെ കാണാം. ശരിയാക്കി തരാം. ചാടിയാ ആ പോട്ടെ പുല്ല്. അയ്യോ ഇക്രു. ഏതായി പുതിയ വള്ളി? അപ്പൊ അജാസിക്ക സാനാ റാഫി, ജോസി